നമ്മളങ്ങനെ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. ശരിയാടാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്യാമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി മരിക്കാർ ടീമിൻ്റെ കൂടെ കന്യാകുമാരി റൈഡാണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. സമയം 3:44. ബോർഡർ കഴിഞ്ഞു, തമിഴ്നാട്ടിലോട്ട് എൻട്രി ആയിരിക്കുവാണ്. സമയം ഇപ്പോൾ 5:30. ആകാശമൊക്കെ ചെറുതായിട്ടൊന്ന് വെട്ടമൊക്കെ വീണായിരുന്നു. നമ്മുടെ കന്യാകുമാരി എത്താറായിരിക്കുവാണ്. നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്യണം, അവിടെ എത്തി. നമ്മളങ്ങനെ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു. വ്യൂ പോയിൻ്റ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് വിഷ്വൽസ് ഒന്നും വളരെ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. എല്ലാവരും സൂര്യൻ ഉദിക്കുന്ന ഫോട്ടോസും വീഡിയോസിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാനിപ്പോൾ അതിലൊരാളാണ്. ഒരുപാട് പേര് പരിചയപ്പെട്ടി. അതിലൊരാളാണ് അനന്തകൃഷ്ണൻ. അവിടെ ഇന്നപ്പോഴേ ഷോറൂമിൽ നിന്നപ്പോൾ തന്നെ നമ്മളുമായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ നമ്മളിവിടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും ഓരോരോ വഴിക്കായിട്ട് ചെന്ന് വിട്ടു. കാര്യം വരുന്ന വഴിക്കാണെങ്കിൽ ഇത്തിരി വണ്ടിയുടെ ഇടയിൽ തമ്മിൽ ഇത്തിരി ഗ്യാപ്പ് വന്നായിരുന്നു. കുറേ പേര് വഴി മാറിപ്പോയി. പക്ഷേ എല്ലാവരും കന്യാകുമാരി എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കന്യാകുമാരി തന്നെ പല പല ഭാഗങ്ങളിലായിട്ട് മാറി നിൽക്കുവാണ്. സൺറൈസ് കാണാൻ അധികം വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല വീഡിയോ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ വലിയ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മളത് തന്നെ വിചാരിച്ചത്. പക്ഷെ എന്ത് പറ്റാതെ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ട് സൂര്യൻ ഉദിച്ച് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോ ഒരു കാര്യമുള്ളൂ, കുറച്ചു നേരം ഇവിടെ നിൽക്കുക, സമാധാനത്തിൽ പോവുക. ഇനി എല്ലാ ബൈക്കെല്ലാം കൂടി വന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതാണ് ഇനി പ്ലാനിങ് ആയിട്ടുള്ളത്. ഹരി ഇതെവിടെയുണ്ട്? നമ്മള് ഹരിയുടെ 100-350 വന്നത്. അപ്പൊ അവന്റെ വണ്ടി ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. അവൻ ബാക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുള്ളിക്കാര റൈഡ് ചെയ്യുന്നത് വണ്ടിയുടെ പേര് പറയണം. ഹിമാലയൻ 411. ഹിമാലയനാണ്. ഔട്ട് ഓഫ് പ്രൊഫഷനായി എങ്കിലും കൈ ഇരിക്കുകയാണ്. എന്തായാലും അതൊരു കളയാനൊരു മടി, അതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത കൈ വെച്ചേക്കുക. എനിക്കത് തന്നെ മതി. അപ്പോൾ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ എല്ലാ റൈഡേഴ്സിനും നമുക്ക് പരിചയപ്പെടാം. അവരെ ഓടിക്കുന്ന വണ്ടികളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ പുതിയ കണ്ണാടി മേടിച്ചു. ഗാന്ധി മണ്ഡപത്തിന്റെ ബാക്കിലാണ് നിൽക്കുന്നത്. ചെറുക്കനും മേടിച്ചു പുതിയ കണ്ണാടി. കാണിച്ചു പറ. ചേരുന്നുണ്ടോന്ന് അറിയത്തില്ല, എങ്കിലും കൈ ഇരിക്കട്ടെ. വന്ന സ്ഥിതിക്ക് എന്തായാലും വാങ്ങിക്കാതെ പോകണം, ശരിയല്ലല്ലോ. പക്ഷെ അളിയൻ നല്ലോണം ചേരുന്നുണ്ട് അല്ലെ? അളി നല്ലോണം ചേരുന്നുണ്ട്. പക്ഷെ എനിക്ക് എത്ര ചേരുന്നുണ്ടോ? ഞാൻ പിന്നെ മുടി വെട്ടിയോണ്ട് പിന്നെ ഷാറൂഖ് ഖാനെ കണക്കിരിക്കുന്നുണ്ട്. വേറെ സീനൊന്നും ഇല്ല. ഷാരൂഖ് ഖാൻ കണ്ടം വഴി ഓടി. ഷാരൂഖ് ഖാൻ അപമാനം. ഡൽഹിയിലും കണ്ടോ? കണ്ടിട്ടില്ല. വല്ല കുമിള് പാടം വല്ലതും ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല.
ഇരിക്കട്ടെ, എന്തായാലും കന്യാകുമാരി വന്നേല്ലേ, 80 രൂപ കൊടുത്താണെങ്കിൽ നമുക്കൊന്ന് മുതലാക്കാം. ഇത് 80, ഇത് 50. 50 രൂപയ്ക്ക് എന്തായാലും ഞാൻ നല്ല ലുക്കായിട്ടുണ്ട്. എന്റെ 100 രൂപ പറഞ്ഞു, ഞാൻ 100 രൂപ കൊടുത്തിട്ടില്ല. അത് അണ്ണാച്ചി കൊഞ്ചം കമ്മി പെണ്ണുങ്ക കമ്മി ആക്കിട്ട് എന്റെ മുഖത്ത് വന്നേനെ, പക്ഷെ കമ്മി കിട്ടിയില്ല. ഞാൻ എന്തോ ഭാഗ്യത്തിന് ഊര് വന്നു. അത് വീട്ടിലുള്ള അമ്മയുടെ പ്രാർത്ഥന വല്ലതും ആയിരിക്കണം, അല്ലെങ്കിൽ കന്യാകുമാരി നടി വാങ്ങിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥ വന്നേ. ഇനിയും കണ്ണി പെണ്ണം പറഞ്ഞിരുന്നെങ്കിൽ അണ്ണാച്ചി കൊടുക്കുമായിരുന്നു. ചായ കുറെ കുടിച്ച് നമ്മള് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടാവൂ. ശരിയാ, ചായ കുഴപ്പമില്ലായിരുന്നു കേട്ടാ, പക്ഷെ വട എന്തോ ഒരു സീനുണ്ട് വടക്ക്. കളിയന്റെ തീരുമാനം പറഞ്ഞു, കളിയന്റെ തീരുമാനം വെച്ച് പോവാം. നോക്കാം, ഒരു ചായ കുടിക്കാം. പക്ഷെ ചായ കുഴപ്പമില്ല, പക്ഷെ വട സീനാണോന്നൊരു ഡൗട്ട് ഉണ്ട്. വട ഉണ്ടാക്കിയതാണോ അതോ ഇനി മതി ചുമ്മാ വച്ചേക്കുന്നതാണോ എന്ന് അറിയാൻ പറ്റില്ല. കാര്യം കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ഇനി എന്റെ ടേസ്റ്റ് ബസ് വല്ലതും പോയെന്ന് അറിയാമേ. അളിയില്ലാതെയാണ് അവസ്ഥ പറ്റിയ. സെയിം അവസ്ഥ തന്നെ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. വട പ്രതീക്ഷ കഴിച്ചതാ, കിട്ടിയത് കുരുമുളകും. എനിക്ക് എന്തോ ചൂടുള്ള സാധനം വെറുതെ തിന്നുന്ന പോലെ ആയി പോയായിരുന്നു. ഇതിനെക്കാട്ടിയും വീട്ടിൽ ചെന്നിട്ട് കുറച്ച് മാവ് എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയാണ് സന്തോഷം. അല്ലാതെ ഇനി വേറെ സന്തോഷമൊന്നുമില്ല. നമുക്ക് ഇവിടെ വരിക, കൂടെ നിൽക്കുക. എന്തായാലും ഇന്ന് അളിയനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടതാണ്, എങ്കിലും അളിയനെ നല്ല കമ്പനിയായി വരുന്നുണ്ട്. അളിയൻ എന്തായാലും സെറ്റ് ആവും ഉറപ്പാണ്. പിന്നെ അളിയനെ നേരെ മുമ്പ് കണ്ട് പരിചയമുണ്ട്. അളിയനെ പിന്നെ വേറെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതാണ്. ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ അങ്ങനെയായി, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ അളിയനെ അങ്ങോട്ട് വിളിച്ചിട്ട് ശീലിച്ചു പോകും. അതിപ്പോൾ ഞാൻ കൊച്ചിനെ ശീലിച്ചു പോയതാണ്. എനിക്ക് മറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിലും നമ്മൾ ആര് വിളിച്ച സ്നേഹത്തിൽ അങ്ങ് പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് എവിടെയെങ്കിലും കണ്ട് എക്സ്പ്ലോർ ചെയ്യും, ഏതെങ്കിലും ഒക്കെ ഒരു മൂലയിൽ പോയി ഇരിക്കാം. നമുക്ക് ഇനി ഇവിടെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. ഒരാളെ കാണിച്ചു തരാവേ, വെയിറ്റ്. ഹായ്, ചേട്ടൻ്റെ പേരൊന്ന് പറയാട്ടാ. എൻ്റെ പേര് ഷമീം എന്നാണ്. ചേട്ടൻ ഇന്ന് നമ്മുടെ റോയൽ എൻഫീൽഡിലെ റൈഡിൽ വന്നതാണ്. ചേട്ടൻ ഓടിക്കുന്ന വണ്ടിയാണ് കോണ്ടിനെൻ്റൽ GT. ഇൻ്റർസെപ്റ്റർ അല്ല, കോണ്ടിനെൻ്റലാണ്. അതിൻ്റെ കവർ ജസ്റ്റ് മാറ്റിയെന്നേ ഉള്ളൂ. സിൽവറാണ്. ചേട്ടൻ മോൻ്റെ വണ്ടിയാണ്. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ റൈഡ്? ഇന്നത്തെ റൈഡ് വളരെ നല്ലൊരു റൈഡായിരുന്നു. ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചതാണ്. പക്ഷേ നമ്മൾ സൺറൈസ് കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ തിരിച്ചെങ്കിലും നമ്മൾ അതൊരു 2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ വന്നൊരു നല്ല അനുഭവം നമുക്ക് കിട്ടുകയുണ്ടായി. ഒരു നമ്മുടെ വീക്കെൻഡിൻ്റെ ആ സമയത്ത് ഒരു മെൻ്റലി ഒരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, വണ്ടിയെ പറ്റി ചോദിക്കുവാണെങ്കിൽ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? കോണ്ടിനെൻ്റൽ GTയെ പറ്റി പറയുവാണെങ്കിൽ, കോണ്ടിനെൻ്റൽ GTയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പവറാണ് അതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതനുസരിച്ച് കിട്ടുന്ന ആ ഒരു പവർ, വണ്ടി ഓടിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു സുഖം നമുക്കത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ പല വണ്ടികളും ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത് എൻ്റെ മകന് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ അവന് 650യുടെ റൈഡ് ഗ്രൂപ്പുണ്ട്, അതിനാണ് അയാൾ പോകുന്നത്. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഗ്രൂപ്പിലാണ് സ്ഥിരമായിട്ട് പങ്കെടുക്കുക. ഈ വണ്ടിയെക്കുറിച്ച് പോരായ്മകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചൂണ്ടിക്കാണിക്കാം? ഈ വണ്ടിയെ സംബന്ധിച്ച് ഒരു പോരായ്മയും പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വണ്ടിയെ പറ്റി നല്ല സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായും. ഓക്കെ, താങ്ക് യു ഏട്ടാ, പരിചയപ്പെട്ടതിൽ വളരെയധികം. ഓക്കെ, ശരി ഏട്ടാ. നിങ്ങൾക്കൊന്ന് വേറൊരാളെ പരിചയപ്പെടുത്താം. ചേച്ചി പേരൊന്ന് പറയാമോ? രാജി. ഓക്കെ, ചേച്ചി ഓടിക്കുന്ന വണ്ടിയാണ് ഹണ്ടർ 350. ഇതാ ഗ്രീൻ കളറാണ്, ഡാബർ ഗ്രീൻ ആണ്. ചേച്ചി എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 6 മാസം. എത്ര റൈഡ് പോയിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ? 7-8 റൈഡൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റൈഡിൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. നമ്മൾ സൺറൈസ് കാണാനാണ് പോയത്. വെളുപ്പിന് തിരിച്ചു പോകണം മരക്കാറിൽ നിന്ന്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മരക്കാരിലൂടെ എപ്പോൾ പോയാലും സൂപ്പർ റൈഡാണ്. അത് നല്ല കോർഡിനേഷനാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീമാണ്. ഞാൻ എവിടെ റൈഡ് പോകുന്നെങ്കിലും ഗ്രൂപ്പ് ഇവരുടെ കൂടെ പോകാറുള്ളൂ. ഓക്കെ, വണ്ടി എങ്ങനെയുണ്ട്? 100 350 ഒരു 6-7 റൈഡ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോങ് റൈഡും കാര്യങ്ങളായിട്ടൊക്കെ എങ്ങനെയുണ്ട് 100 350? ലോങ് റൈഡിന് ഞാൻ പ്രിഫർ ചെയ്യില്ല. ആക്ച്വലി ഇത് സിറ്റി റൈഡിനുള്ള സംഭവമാണ്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ വണ്ടിയുടെ ഒരു ലുക്കും ഒക്കെ കണ്ട് പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കണ്ടിട്ട് അത് നോക്കി എടുത്തതാണ്. പക്ഷേ ലോങ് റൈഡിന് കുറച്ചുകൂടെ നമ്മൾ എല്ലാവർക്കും എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലേഡീസിന് എപ്പോഴും നല്ല ആയിട്ടുള്ളത് വണ്ടി. വണ്ടിയിൽ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണോ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം? പോരായ്മകളെന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാവും? എനിക്ക് പോരായ്മ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്
നമ്മുടെ ഈ റോഡിനൊന്നും പറ്റിയ വണ്ടിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇരിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ബാക്ക് പെയിൻ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അത് മാത്രം അത് തോന്നി. അതൊഴിച്ച് ഈ റോഡ് നമ്മുടെ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ വരത്തുള്ളൂ. അപ്പം നമ്മൾ മറ്റേ ഓഫ് റോഡിനുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നമ്മുടെ റോഡിന് നല്ലത്. അത് ശരിയാണ്. ആ ഒരു എനിക്ക് ഫീൽ ചെയ്തതാണ്. ഈ വണ്ടി എനിക്ക് ഇഷ്ടമാണ്. ഈ വണ്ടി എടുത്തതിൽ കുറ്റബോധം തോന്നിയിട്ടേ ഇല്ല. നൈസാണ്. ഓക്കെ, ശരി ചേച്ചി, ബൈ. താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പുതിയതായിട്ട് 2 പേരെ പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ പേരെന്ന് പറയാം. എൻ്റെ പേര് സഞ്ജയ്. ആക്ച്വലി ഞാൻ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ശൈലജ. അമ്മയും മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അമ്മയും മോനും കൂടി ഇന്ന് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ് അനുഭവം? റൈഡ് വളരെ നന്നായിരുന്നു. നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബാണ്. ഇങ്ങനെ ആൾക്കാരുടെ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഒരു വൈബ് എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നത് ഹിമാലയനാണ്. ഹിമാലയനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ഹിമാലയനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് മരക്കാറിലെ ആദ്യത്തെ വണ്ടിയാണ്. ട്രിവാൻഡ്രം റോയൽ എൻഫീൽഡ് മരക്കാറിലെ ആദ്യത്തെ വണ്ടിയാണ്. ഞാനൊരു 6 മാസം മുന്നേ ബുക്ക് ചെയ്ത് കിട്ടിയ വണ്ടിയൊക്കെയാണ്. 450 411 വെച്ച് നോക്കുമ്പോൾ 411 എപ്പോഴും അതെ OG ആണ്. പക്ഷേ 450 കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട്. പുള്ളിങ്ങും പവറൊക്കെ നല്ല കൂടുതലാണ്. ടോർക്കൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ വെയിറ്റ് കുറവാണെങ്കിലും നമുക്ക് നന്നായിട്ട് വെയിറ്റ് ഫീൽ ചെയ്യും. കാരണം ഫ്രണ്ടിൽ 17 ലിറ്റർ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും നമ്മൾ തിരിക്കുമ്പോഴോ. മറ്റത് 411 വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വെയിറ്റ് റേഷ്യോ നമുക്ക് നല്ല വർക്ക് നമ്മുടെ അപ്പർ ബോഡി നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുക, നല്ല പവർ ഉണ്ട്. നമുക്ക് തെന്നി തെറിച്ച് പോകാൻ പറ്റും. മറ്റേതാണെങ്കിൽ 120 ക്ലോക്കൊന്നും ഇല്ല. ഇത് 160 158 ചുമ്മാ നമുക്ക് പോകാൻ പറ്റും. പിറകിലിരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ പിറകിലെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ എങ്ങനെയാണ് അമ്മ ഒന്ന് പറഞ്ഞാവോ? കുഴപ്പമില്ല, കംഫർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മരക്കാറിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഹിമാലയമാണ് സ്വന്തമാക്കിയിരിക്കുന്ന ചാനാണ്. അപ്പോൾ താങ്ക് യു ഏട്ടാ. താങ്ക് യു. ഹായ്, ട്രിപ്പ് അവസാനിച്ചു. രാവിലെ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽപ്പുണ്ട്. മരക്കാറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഓടിക്കുമ്പോൾ ഫാൾസ് ന്യൂട്രൽ വീഴുന്നു. പിന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് കില ശബ്ദമൊക്കെ കേട്ടായിരുന്നു. അത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കൂടെ ഇന്ന് ഒരു സർവീസ് സെൻറ്ററിൽ എന്ന് വെച്ചാൽ മെയിൻ ടെക്നീഷ്യൻ നമ്മളോട് റൈഡിന് വന്നായിരുന്നു. രാവിലെ 3 മണിക്ക് തുടങ്ങിയ റൈഡാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നു. പുള്ളിക്കാരന് ഇത്തിരി വീട്ടിൽ പോയിട്ടുണ്ട്. പുള്ളിക്കാരന് റെസ്റ്റ് വേണ്ടേ, മനുഷ്യനല്ലേ. അപ്പോൾ ഇനി ആ ഒരു കംപ്ലൈൻറ്റ് മാറാനായിട്ട് പിന്നീട് ഒരു ദിവസം എന്തായാലും വണ്ടിയും കൊണ്ട് വരും. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല അടിപൊളി ദിവസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ്. ഞാനിപ്പോൾ പല റൈഡ്സിന് പോയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ട്രോക്ക് റൈഡ്സിന് പോയിട്ടുണ്ട്, അല്ലാണ്ട് യമഹ ക്ലബ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ റൈഡിന് പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ കൂടെ അവരുടെ ഒരു കൂടെ റൈഡിന് വരുന്നത്. ഞാനിപ്പോൾ മരക്കാർ മോട്ടേഴ്സിന് ഞാനൊരു വലിയ താങ്ക്സ് പറയുകയാണ്. കാര്യം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി, പല പ്രായത്തിലുള്ളവരെ. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.